ഗോപ്യമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇട്ടലക്കുന്നു, തൊലിയിരിക്കുന്നു. ഞാൻ അന്നേ പറയാറില്ലേ ആ പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്, ആ വ്യക്തികളുടെ മനസ്സ് ശരിയല്ല. മക്കൾ തെറിപ്പിക്കുന്ന ചെളി സിന്ധുവിന്റെ ദേഹത്തെ വീഴൂ എന്ന് സിന്ധുവെങ്കിലും ചിന്തിക്കണമായിരുന്നു. നിനക്കും ഉണ്ടല്ലോ മോളെ 2 കുഞ്ഞുങ്ങള്. നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? അവർ പറയുന്നത് അവരെ സഹായിയായി ഒരു പയ്യനെ ജോലിക്ക് നിർത്തിയിട്ട് അവനോട് കൃഷ്ണകുമാറിന്റെ മകള് പറഞ്ഞത്, എവിടെ പോണു? വെള്ളം കുടിക്കണം. നീ ജോലിയൊന്നും ചെയ്യണ്ട, ഈ കള്ളക്കിളവി ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നീ റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാണെന്ന് ജോലിക്കാരനെ നിർത്തി കൊടുത്തത്. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. അവ ഇവിടുത്തെ എല്ലാ വാർത്തകളും ചോർത്തി കൃഷ്ണകുമാറിന്റെ ആ മകൾക്ക് കൊടുത്തു. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അങ്ങനെയൊക്കെയാണോ ഒരു വയസ്സായ മുത്തശ്ശിയോട് ചെയ്യേണ്ടത്? കൃഷ്ണകുമാറിനും അമ്മയും അച്ഛനൊക്കെ ഉള്ളതല്ലേ കൃഷ്ണകുമാറെ? മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. സിന്ധുവിന്റെ അമ്മ ചിലപ്പോൾ നിങ്ങൾ അവർ സാമ്പത്തികമായി ഉന്നതിയിലിരുന്നപ്പോൾ നിങ്ങൾ ചില മൈൻഡ് ചെയ്തില്ലായിരിക്കാം. ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ്. അത് ഒരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത്. ഞാൻ അറിഞ്ഞത് കൃഷ്ണകുമാറിനൊരു നല്ല തുക വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ എന്തിനോ തന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ. ആ കുറ്റത്തിനാണോ നീ ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്? നാളെ നിങ്ങളെ ഈ 4 മക്കൾ നിങ്ങളെ ഇതുപോലെ ആയിരിക്കുമല്ലോ. ഫോണും കൊടുത്തൊരു തന്നെ ജോലിക്ക് നിർത്തി കൃഷ്ണകുമാർ എന്ത് സംസാരിക്കുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ട് വേണം, എന്നിട്ട് വേണം ആ പട്ടിയുടെ 4 പറയാനെന്നൊക്കെ പറയില്ലേ കൃഷ്ണകുമാറെ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു.